ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ ആഭ്യന്തരം കൂടാതെ ഒരു മന്ത്രിസ്ഥാനം കൂടി വേണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല. രജീഷ് നരിക്കുനി ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. രജീഷ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ടെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും അദ്ദേഹം അയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് വി.ഡി. സതീശൻ നേരിട്ടെത്തി അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണോ ഈ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഒപ്പം 2 മന്ത്രിസ്ഥാനം കൂടി വേണം എന്ന് അദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ ഒരു മന്ത്രിയെങ്കിലും വേണമെന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണോ? ജിന, ഇപ്പോൾ IC ബാലകൃഷ്ണൻ കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നേരത്തെ മന്ത്രിസ്ഥാനം വേണം അല്ലെങ്കിൽ നൽകാൻ ഇവരുടെ പേരുകളൊക്കെ ആയിരുന്നു പ്രധാനമായും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അതിൽ IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, ഒപ്പം തന്നെ എറണാകുളത്തുള്ള PJ വിനോദ് തുടങ്ങിയവരുടെ പേരുകളൊക്കെ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാലും ഇന്നത്തെ നിർണായകമായ കൂടിക്കാഴ്ചയിലും പ്രധാനമായും ഈ മന്ത്രിസ്ഥാനം, അതായത് ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ നൽകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ ധാരണയായതിന് അതിനുശേഷമുള്ള മന്ത്രിസ്ഥാനങ്ങൾ, ഒപ്പമുള്ളവർക്കുള്ള മന്ത്രിസ്ഥാനം നൽകണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ഇന്നത്തെ ചർച്ചയിൽ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഏറ്റവും സുപ്രധാന കാര്യം. 2 പേർക്കുള്ള മന്ത്രിസ്ഥാനമാണ് പ്രധാനമായും ചോദിച്ചിരുന്നത്. അതിൽ ഒന്നാമത് അൻവർ സാദത്തിനുള്ള മന്ത്രിസ്ഥാനം, ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ. കേരളത്തിലെ നമുക്കറിയാം മുതിർന്ന നേതാക്കളാണ്, കാലങ്ങളായി MLA ആയിട്ടുള്ള ആളുകളാണ്, 10 വർഷത്തിന് മുകളിൽ MLA-മാരായ ആളുകളാണ്. അതുകൊണ്ട് അവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് തൽക്കാലം ഇല്ല, ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കില്ല എന്ന ഒരു കർശന നിലപാട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചർച്ചകൾ ഏകദേശം 20 മിനിറ്റ് നീണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും IC ബാലകൃഷ്ണൻ അടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അടുത്ത നടപടി? അല്ലെങ്കിൽ RC ഗ്രൂപ്പിൻ്റെ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൻ്റെ അടുത്ത നിലപാട് എന്നത് ഏറെ നിർണായകമാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ ഇവിടുത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി KC വേണുഗോപാലിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കാണുകയാണ്. എന്തായാലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടിനുള്ളിൽ ഒരു ധാരണയിലെത്തുക എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ KC ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന പേരുകൾ ഒരു പക്ഷേ ആ ചർച്ചകളിലൊക്കെ തന്നെ വി.ഡി. സതീശൻ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിൽ എത്രത്തോളം അംഗീകരിക്കും വി.ഡി. സതീശൻ അംഗീകരിക്കും, അതിൽ എന്തായിരിക്കും മറുപടി നൽകാൻ പോകുന്നതും നിർണായകമാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ധാരണയായെങ്കിലും ഒപ്പമുള്ളവരുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യത്തിൽ ഒരു ധാരണ എത്തില്ല. വി.ഡി. സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ തൻ്റെ കൂടെ നിൽക്കുന്ന എന്ന പേരിൽ ഇവരെ പരിഗണിക്കാതിരിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് തുറന്നു പറയുകയും വി.ഡി. സതീശനോട് രമേശ് ചെന്നിത്തല തുറന്നു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചയിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് നൽകാമെന്ന കാര്യത്തിൽ തീരുമാനമായെങ്കിലും ഒപ്പമുള്ളവരെയും മന്ത്രിസഭയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 പേർക്ക് മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു മന്ത്രിസ്ഥാനം തരണമെന്ന ഒരു ആവശ്യം പിന്നീട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചെങ്കിലും അതും അംഗീകരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴാണ് ഒരു സ്ഥിരീകരണം വരുന്നത്. ആഭ്യന്തരം നൽകാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത് വി.ഡി. സതീശൻ അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് ഇപ്പോഴാണ്. പക്ഷേ അത് മാത്രം പോരാ, തനിക്ക് ആഭ്യന്തരം നൽകിയത് കൊണ്ട് താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല, 2 MLA-മാർക്കെങ്കിലും മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ളത് മാറി ഒരാൾക്കെങ്കിലും മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തുകയാണ്. അത് ഉറച്ച ഒരു നിലപാടാണ്. അങ്ങനെ നൽകിയില്ലെങ്കിൽ തനിക്ക് ആഭ്യന്തരം വേണ്ട, മന്ത്രിസഭയിലേക്ക് താൻ ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ജിന, അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം. അതായത് തൻ്റെ ഒപ്പമുള്ളവരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ താനും ആ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വി.ഡി. സതീശനോട് രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത്. ഇനി ഇവരുടെ കാര്യത്തിലൊരു തീരുമാനമില്ലെങ്കിൽ താനും മന്ത്രിസഭയിലേക്കില്ല എന്ന ശക്തമായ നിലപാട് ആണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസിലെ RC-ക്കൊപ്പമുള്ള രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളത്. ഒന്ന് IC ബാലകൃഷ്ണൻ ആണെങ്കിലും വർഷങ്ങളായി വയനാട് ബത്തേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരുന്ന ആളാണ്. ഒപ്പം തന്നെ അൻവർ സാദത്ത്, ഇവർ 2 പേരെയും ആണ് പ്രധാനമായും മന്ത്രിസ്ഥാനത്തേക്ക്
പരിഗണിക്കുന്നത്. ഈ രണ്ടുപേരെയും പരിഗണിക്കുമ്പോഴും ഇവർക്ക് ഉള്ള മന്ത്രിസഭയിൽ പരിഗണന ലഭിച്ചില്ലെങ്കിൽ താനും മന്ത്രിസഭയ്ക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്, തന്റെ കൂടെ നിൽക്കുന്നു എന്ന പേരിൽ അവരെ അവഗണിക്കുന്നത് അല്ല അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് വി ഡി സതീശനോട് തുറന്നു പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രണ്ട് മന്ത്രിസ്ഥാനവും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും ഇതാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതിൽ ആഭ്യന്തര വകുപ്പ് നൽകാമെന്ന് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വി ഡി സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഒപ്പമുള്ള മന്ത്രിസ്ഥാനം അവർക്ക് കൂടി ഒപ്പമുള്ള MLA മാർക്കുള്ള മന്ത്രിസ്ഥാനം കൂടി ലഭ്യമായാലേ മന്ത്രിസഭയിലേക്കുള്ളൂ എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഇനി ഒരു പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലുമായും വി ഡി സതീശൻ സംസാരിക്കുകയാണ്. അതിനുശേഷം ഒരു പക്ഷേ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല വീട്ടിലെത്തി ഒരു സമാവേശത്തിലെത്തിക്കാൻ ശ്രമം നടക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ സംസാരിച്ച ഒരു സമാവേശത്തിലെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രശ്നത്തിന് രമ്യമായ രീതിയിൽ പരിഹാരം കാണാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. എന്തായാലും രണ്ടാം വട്ടമാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയും അലസിപ്പിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് കൂടി നമുക്ക് പറയാം. ജീന. രജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകാമെന്നുള്ള ഒരു തീരുമാനം രണ്ടാം വട്ട ചർച്ചയ്ക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. ആ ഒരു പ്രഖ്യാപനം വന്നു. പക്ഷേ ആദ്യം 2 MLA മാർക്കെങ്കിലും തന്റെ പക്ഷത്ത് നിന്ന് മന്ത്രിസ്ഥാനം നൽകണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിപ്പോൾ ഒരാൾക്കെങ്കിലും നൽകണമെന്നുള്ള ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പക്ഷേ MLA സ്ഥാനം ഒരാൾക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്, വി ഡി സതീശനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വി ഡി സതീശൻ KC വേണുഗോപാലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരു ചർച്ച നടന്നതിന് ശേഷം വീണ്ടും KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ കാണാൻ എത്തുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിനുശേഷം ഒരു സമവായ ശ്രമം അവിടെ ഉണ്ടാകുമോ, ആഭ്യന്തര മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹം ഒതുങ്ങേണ്ടി വരുമോ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ മന്ത്രിസഭ പട്ടിക അത് ഗവർണർക്ക് കൈമാറണം, ഹൈക്കമാൻഡിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.